എല്ലാവർക്കും നമസ്തേ. നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ, അദ്ദേഹത്തിന് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ അറിയാം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അതിലുപരി അദ്ദേഹത്തിന് അറിയപ്പെടാൻ തുടങ്ങിയത് UDF അധികാരം ലഭിച്ചപ്പോൾ സീനിയർ നേതാക്കന്മാരെ എല്ലാം വെട്ടി അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെ വെട്ടിക്കൊണ്ട് അത് മുഖ്യമന്ത്രിയായതാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടാൻ, ചർച്ച ചെയ്യപ്പെടാൻ കാരണം. അതിനുവേണ്ടി അദ്ദേഹം കൂട്ടുപിടിച്ചവരെയാണ് മുസ്ലിം ലീഗിൻ്റെ സമസ്തയുടെ നേതാക്കളെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ വേണ്ടി ഇവരെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം കളി കളിച്ചു. അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായി. നല്ല കാര്യം, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവരുടെ രാഷ്ട്രീയം ഇത്. നമുക്ക് വേണ്ട ലക്ഷ്യം നല്ലൊരു ഭരണം നമുക്ക് വേണം. കാരണം കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരിച്ച് കേരളത്തെ മൂടിച്ച് കടക്കണിയിലാക്കി ഈ കേരളത്തിനെ കുട്ടിച്ചോറാക്കി കുളം തോണ്ടിയ സാഹചര്യത്തിലാണ് സതീശൻ മുഖ്യമന്ത്രിയായത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കേരളത്തിനെ രക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. അതെങ്ങനെ അദ്ദേഹം ഈ പാര വെച്ചാന്നേലും കുതികാല് വെട്ടിയാന്നേലും മുഖ്യമന്ത്രി ആയതെന്നുള്ളത് നമുക്ക് വിഷയമല്ല. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന എന്തുവാണ്? നിലപാടുകളുടെ രാജകുമാരൻ. അത് അദ്ദേഹത്തിൻ്റെ പിണിയാളികളെ കൊണ്ട് അങ്ങനെ പുള്ളിക്കൊരു പരിവേഷം ഉണ്ടാക്കിച്ചെടുത്തതാണ്. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞൊരു പരിവേഷം ഉണ്ടാക്കിച്ചെടുത്തു. അദ്ദേഹം അതിൽ സ്വയം അഭിമാനിക്കാൻ തുടങ്ങി. സ്വയം തന്നെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം വെളുക്കെ ചിരിച്ച് ഒക്കെ ആളുകളുടെ മുന്നിൽ അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണിപ്പോൾ നമ്മുടെ മൂലനാൾ, കുട്ടനാട്ടുകാരുടെ മൂലനാൾ വള്ളംകളി അടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ MLA റെജി ചെറിയാൻ പറഞ്ഞു അന്നേ ദിവസം അവിടെ അവധി നൽകണമെന്ന് പറഞ്ഞു. കാരണം കുട്ടനാട്ടുകാർക്ക് അതൊരു ദേശീയ ഉത്സവം പോലെയാണ്. അവരുടെ വലിയ ആഘോഷമാണ് ഈ മൂലനാൾ വള്ളംകളി. അപ്പോൾ അദ്ദേഹം നിയമസഭയിൽ വെച്ച് ഇത് ആവശ്യപ്പെട്ടു. അന്ന് അവധി വേണം എന്ന്, അവധി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. പ്രാദേശിക അവധി കൊടുക്കാം, ജില്ലയ്ക്ക് അവധി കൊടുക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി, അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് മുഖ്യമന്ത്രി പറയുകയും അതിനുശേഷം തൊട്ടടുത്തിരുന്ന കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു ഒരു കാരണവശാലും അവധി കൊടുക്കത്തില്ല. ഇത് മൈക്ക് ഓഫ് ചെയ്യാതിരുന്നത് കൊണ്ട് ഇതിൽ സഫ TV കൂടി ലോകം മൊത്തം അറിഞ്ഞു. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന തൻ്റെ പിണിയാളുകളെ കൊണ്ട് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സതീശനാണ് നിയമസഭയിൽ സ്വന്തം മുന്നണിയിൽപ്പെട്ട MLAയോട് അതിനെക്കുറിച്ച് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് മാറി തന്നെ മുഖ്യമന്ത്രിയാക്കാൻ മുൻകൈയെടുത്ത പാർട്ടിയുടെ നേതാവിനോട് പറഞ്ഞത് ഒരു കാരണവശാലും അവധി കൊടുക്കത്തില്ലെന്ന്. അപ്പോൾ എന്ത് രാജകുമാരനാണ്? നിലപാടുകളുടെ രാജകുമാരനാണോ അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയാൻ ഒരർഹതപ്പെട്ടതിൽ നാണമില്ലേ അദ്ദേഹത്തിന് നമുക്ക് ചോദിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞത് ആരോടാണെന്ന് മനസ്സിലായിക്കോണം. മുസ്ലിം ലീഗിൻ്റെ നേതാവും മന്ത്രിസഭയിലെ പ്രധാനിയായ കക്ഷി. നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ലിസ്റ്റ് കൊടുത്തത് ഗവർണർക്ക്. അദ്ദേഹം മുഖ്യമന്ത്രി ഒന്നാമൻ. രണ്ടാമനായിട്ട് അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ പോലും രണ്ടാമനായിട്ട് പരിഗണിക്കാതെ ഈ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയെയാണ് രണ്ടാമനായി പരിഗണിച്ചത്. അത് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നതിലോട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വെട്ടി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇദ്ദേഹത്തിന് വേണ്ടി കളിച്ചത് മുസ്ലിം ലീഗാണ്. അത് കുഞ്ഞാലിക്കുട്ടിയും ഈ പാണക്കാട് തങ്ങളാണെങ്കിലും സമസ്തയുടെ നേതാക്കളാണെങ്കിലും അവരെല്ലാം കൂടെ ആണ് ഈ രമേശ് ചെന്നിത്തലയെ വെട്ടി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അതിനും കാരണമുണ്ട്. ഇവർ പറയുന്നതിനപ്പുറം സതീശൻ നിൽക്കുകയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന നമ്മൾ
പാവക്കൂത്തൊക്കെ കണ്ടിട്ടില്ലേ? വിരല് ചരട് പിടിപ്പിക്കുന്ന പാവയെ അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിലോട്ടൊരു പാവ പോലെ കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സതീശനാണെങ്കിലേ കഴിയത്തുള്ളൂ എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവരങ്ങനെ സതീശനെ മുഖ്യമന്ത്രിയാക്കി. അതിൻ്റെ ഉപകാരസ്മരണ ആണ് അദ്ദേഹം മുസ്ലിം ലീഗിനൊപ്പം നിന്ന് തുള്ളുന്നത്. മുസ്ലിം ലീഗിൻ്റെ കാര്യം നമുക്കറിയാം. അവർ പക്ക മത വാദികളായിട്ടുള്ള ഒരു പാർട്ടിയാണ്. മതേതര പാർട്ടി എന്ന് അല്ലാത്ത ഒരു പാർട്ടി, മുസ്ലിം വർഗീയ പാർട്ടി, മതാധിഷ്ഠിത പാർട്ടി. അവർക്ക് ഇതേപോലുള്ള വള്ളംകളി എന്നൊക്കെ പറയുന്നത് അവരുടെ മതത്തിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് മൂലനാൾ വള്ളംകളി എന്നൊക്കെ പറയുമ്പോൾ അവർ ചെറിയത് ഹിന്ദു മതാചാരവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. മൂലനാൾ എന്നൊക്കെ പറയും, മൂലനാൾ രാമവർമ്മ, അല്ലെങ്കിൽ മൂലം തിരുനാൾ, അല്ലെങ്കിൽ ഉത്രാടം തിരുനാൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഹിന്ദു മതത്തിൽപ്പെട്ട രാജാക്കന്മാരെ അല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് മൂലനാൾ, ഉത്രം ഉത്സവം, തിരുവോണം എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് ഹിന്ദു മതവുമായിട്ട് ബന്ധിപ്പിച്ച ഒരു പേരായതുകൊണ്ട്, ചടങ്ങായതുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു രീതിയിലും ഇതിനെ അനുകൂലിക്കത്തില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ മുസ്ലിം ലീഗിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരും ആവശ്യപ്പെട്ട് കാണും ഇത് നടത്താൻ പാടില്ല, നമ്മൾ ഭരിക്കുമ്പോൾ ഹിന്ദുക്കളുടെ ആചാരവുമായിട്ട്, ഹിന്ദു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും കേരളത്തിൽ നടത്താൻ പാടില്ല എന്ന് സതീശനോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടു കാണും, കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നത് ഒരു കാരണവശാലും അവധി കൊടുക്കത്തില്ലെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിനെ ഒരു രീതിയിലും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ശബരിമല ആചാരം അത് തന്നെ ഇദ്ദേഹം മുസ്ലിം ലീഗ് പറഞ്ഞാൽ തടഞ്ഞ് വേണ്ടാന്ന് വെക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നെ അത് മുസ്ലിം ലീഗ് പറയുമെന്ന് തോന്നില്ല. കാരണം അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന കാര്യമായതുകൊണ്ട്. കാരണം നമുക്കറിയാം, പേട്ടതുള്ളൽ, ശബരിമലയുമായിട്ട് തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേട്ടതുള്ളലിന് എരുമേലിയിൽ പള്ളിക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ മണ്ഡലപൂജ സമയത്ത് അവിടെ കിട്ടുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ, തീർത്ഥാടകർ ഇവർക്ക് കാണിക്ക അർപ്പിക്കുന്നത് വളരെ വലിയ തുകയാണ് കിട്ടുന്നത്, കോടികൾ കിട്ടുന്നത് കൊണ്ട് എന്തായാലും മുസ്ലിം ലീഗ് പറയത്തില്ല, നമ്മൾ സംസ്ഥാന സർക്കാർ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് പറയുകയില്ല എന്ന് നമ്മൾക്ക് വിശ്വസിക്കും. കാരണം അവരുടെ സമുദായത്തിനും കോടികൾ വരുമാനം കിട്ടുന്ന ചടങ്ങായതുകൊണ്ട് അവർ എതിർക്കത്തില്ല എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. അല്ലായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂലനാൾ വള്ളംകളിക്ക് ഇതേ അനുഭവമാണെങ്കിൽ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടത് സർക്കാരിൻ്റെ എന്തെങ്കിലും മെഷീനറീസാണ് അതിൻ്റെ നിയന്ത്രണം ഒക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എതിർക്കും. അത് സതീശൻ അതിനൊപ്പം നിൽക്കും എന്നു വേണം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം ഈ BD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലെ പല കാര്യങ്ങളിലും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനല്ല, അവസരവാദത്തിൻ്റെ രാജകുമാരൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കേണ്ടത്. അവസരവാദത്തിൻ്റെ രാജകുമാരനാണ് ഈ നമ്മുടെ BD സതീശൻ. അവസരവാദത്തിൻ്റെ തന്നെയല്ല, കുതികാൽ വെട്ടിൻ്റെയും പാരവെപ്പിൻ്റെയും രാജകുമാരനാണ് നമ്മുടെ BD സതീശൻ. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പാടില്ലാത്ത വാക്കുകളായിരുന്നു ഒരിക്കലും ഇതിന് അവധി കൊടുക്കുകയില്ല എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അവധി കൊടുക്കണമെന്ന് ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അത് പിന്നെ അവധി തരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് മനസ്സിലാക്കാം. അത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പിന്നെ മന്ത്രിസഭയിലെ 2ാം സ്ഥാനമെന്ന് പറയുന്നുണ്ടെങ്കിൽ 1ാം സ്ഥാനത്ത് മുഖ്യമന്ത്രി
ഈ കുഞ്ഞാലിക്കുട്ടിക്ക് താഴെയാണ് അദ്ദേഹം. സാങ്കേതികമായി ഒന്നാം സ്ഥാനമാണെന്നുണ്ടെങ്കിലും പ്രാവർത്തികമായി മുസ്ലിം ലീഗിൻ്റെ താഴെ അവരുടെ അടിമയായിട്ട് പ്രവർത്തിക്കുന്ന ഈ നമ്മുടെ വി ഡി സതീശൻ നിലപാടുകളുടെ രാജാവല്ല, നിലപാടുകളുടെ രാജകുമാരനല്ല, അവസരവാദത്തിൻ്റെ രാജകുമാരനാണ്. ഈ നെറികേട് ഇതേപോലെ, അതായത് നെറികേട് എന്ന് തന്നെ പറയാം. കൂടെ നിൽക്കുന്ന ഒരു MLA, സ്വന്തം മുന്നണിയിൽ നിൽക്കുന്ന MLA-യോടാണ് ഈ നെറികേട് കാണിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെറികേടുകളുടെ രാജകുമാരൻ എന്ന് പറയാം, അവസരവാദികളുടെ രാജകുമാരൻ എന്ന് പറയാം, കുതികാൽവെട്ടിൻ്റെ രാജകുമാരൻ എന്ന് പറയാം. ഇതൊന്നും അല്ലാതെ അദ്ദേഹത്തെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിളിച്ചാൽ നമ്മുടെ മലയാള ഭാഷയെ തന്നെ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തന്നെ അപമാനിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും തുല്യമായിട്ടുള്ള കാര്യമാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.